നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് 2026-2027 വർഷം വിഷുഫലം എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വിഷുഫലം സാധാരണയായി വിഷുവിന് മുമ്പാണ് പ്രവചിക്കാറുള്ളതെങ്കിലും ഇപ്രാവശ്യം നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ടാണ് ഫലങ്ങൾ താമസിച്ചത്. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരുടെ ഈ ഫലങ്ങൾ അറിയുന്നത് മൂലം ഇനിയുമുള്ള ഒരു വർഷക്കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടതെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരുന്നതെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരുടെ വിഷുഫലം എന്ന് പറയുന്ന പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യുള്ള ഫലമാണ്. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ബാധകമാണ്. അവിട്ടം നക്ഷത്രത്തിന്റെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഈ അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നത് തവിട്ടിലും നേടുമെന്നൊരു ചൊല്ലു തന്നെ പഴമൊഴിയിലുണ്ട്. അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചൊല്ല് വന്നിരിക്കുന്നത്. കലകളിലും ശാസ്ത്രങ്ങളിലുമൊക്കെ അറിവുണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഈ അവിട്ടം നക്ഷത്രക്കാര്. സത്യധർമ്മങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുവാന് ഇവര് സദാ ശ്രമിക്കുന്ന ആളുകളാണ്. ഈ നക്ഷത്രത്തില് ജനിക്കുന്ന ജാതകന്റെ മൂത്ത സഹോദരനും അമ്മാവനും ദോഷമുണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ്. അന്യരെ ദ്രോഹിക്കുവാനോ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനോ ഇവര് ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. സ്വന്തം കഴിവില് ഇവർ വിശ്വസിക്കുന്ന ആളുകളാണ്. തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ള മാനസികാവസ്ഥയൊന്നും ഉള്ള ആളുകളല്ല ഈ അവിട്ടം നക്ഷത്രക്കാരെന്ന് പറയുന്നത്. വൈരാഗ്യ ബുദ്ധികളായിട്ടുള്ള ആളുകളാണ്. അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാഭ്യാസ യോഗ്യത കുറവായ ആളുകൾ പോലും വിദ്യാസമ്പന്നരെ പോലെ പെരുമാറുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഒരു വിധേയത്വ മനസ്ഥിതി ഒന്നും ഇല്ലാത്ത ആളുകളായിട്ടാണ് കാണുന്നത്. വളരെയധികം അഭിമാനികളായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത്. കുടുംബാംഗങ്ങളെ കൊണ്ട് മനസ്വസ്ഥതയൊക്കെ നശിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ അവിട്ടം നക്ഷത്രക്കാര്. ജീവിത പങ്കാളിയുടെ വീട്ടിൽ നിന്നും പറയത്തക്ക പ്രയോജനമൊന്നും ഇവർക്ക് സാധാരണയായിട്ട് ലഭിക്കാറില്ല എന്നുള്ളതാണ്. ഇവർ വളരെയധികം സാമർത്ഥ്യം ഉള്ള ആളുകളായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ അവിട്ടം നക്ഷത്രക്കാര്. മനസമാധാനത്തിന് ഭംഗം വരുത്തുന്ന ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. അപ്പോൾ ഇത്രയുമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങളും രീതികളും ഒക്കെ. ഇനിയും വിഷുഫലത്തിലേക്ക് കിടക്കുകയാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷത്തെ ഫലം 4 തിരിക്കുകയാണ്. നമ്മള് 3 മാസങ്ങൾ വീതം 4 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ആദ്യമായിട്ട് ഏപ്രിൽ 15 മുതൽ 30 വരെയും മെയ്യും ജൂണും അടങ്ങുന്ന ആദ്യ ഭാഗത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാൽ, അനാവശ്യമായിട്ടുള്ള ചില യാത്രകളൊക്കെ ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് വേണ്ടി വരുന്നതാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ചില നിർഭാഗ്യങ്ങളൊക്കെ ജീവിതത്തിന്റെ യാത്രയിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില പുണ്യകർമ്മങ്ങളൊക്കെ നിങ്ങൾ ഈ യാത്രാവേളകളിൽ ചെയ്യുന്നതാണ്. ആരോഗ്യനിലയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത് മോശമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. വാക്കുകൾ മൂലം ഒരുപാട് ശത്രുക്കളെ നേടുന്നതായിട്ട് കാണുന്നുണ്ട്. കർമ്മമേഖലയിലൊക്കെ നിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകണം. അത് വിദ്യാഭ്യാസത്തിലായാലും സ്വയം തൊഴിലായാലും ഏതെങ്കിലും സ്ഥാപനത്തിൽ തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ചെറിയൊരു ശത്രുശല്യം കാണുന്നുണ്ട്. ശത്രുശല്യം കൂടുന്ന ഒരു സമയമാണ്. എന്തായാലും ഈ വിഷുവിന് ശേഷമുള്ള ദിവസങ്ങൾ ഒരു 3 മാസം ജൂൺ അവസാനം വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ വരുമാനം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ചെലവുകളൊക്കെ കുറയുന്ന ഒരു സമയം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാവുന്നതാണ്. സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകുന്നതാണ്. മനസ്സിലുണ്ടായിരുന്ന അശാന്തി എല്ലാം മാറി ഒരു മനസമാധാനം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. കുടുംബത്തിലെ ശാന്തിയും സമാധാനവും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നതാണ്. വിഷുവിന് ശേഷമുള്ള ആദ്യത്തെ 3 മാസം അത്ര നല്ലതല്ലെങ്കിലും പിന്നീടുള്ള 3 മാസം നിങ്ങൾക്ക് വരുമാനമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. ഈ സമയം ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ മാറുന്നതാണ്. ഒരുപാട് നല്ല
അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതാണ്. യാത്രാവേളകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുന്നതാണ്. അന്യരുടെ ആദരവൊക്കെ ലഭിക്കുന്നതാണ്. വരുമാനം ഗണ്യമായിട്ട് വർദ്ധിക്കുന്നതാണ്. ഈ സമയത്തും നിങ്ങൾക്ക് വീട്, വസ്തു ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്. വാഹന ഭാഗ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജൂലൈ മാസം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച തൊഴിലിലേക്കൊക്കെ വന്നു ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മറ്റുള്ള ആളുകളിൽ നിന്ന് ആദരവ് ലഭിക്കുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം പ്രശസ്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയം കൂടിയാണ്. വളരെയധികം സന്തോഷം നൽകുന്ന ചില നിമിഷങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. ഈ ഔട്ടം നക്ഷത്രക്കാരുടെ 2026 വിഷുഫലം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസം അത്ര നല്ലതല്ലെങ്കിലും പിന്നീടുള്ള സമയങ്ങൾ വളരെയധികം നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യത്തിലും മുന്നേറ്റമാണ് കാണുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇനി 2027 ആദ്യ ഭാഗം, അതായത് ഈ വിഷുഫലം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാകുന്ന, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തില് നിങ്ങൾ ഒരു കാര്യം അന്യ സ്ത്രീ പുരുഷ ബന്ധം നിങ്ങൾ അകലം പാലിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് ചെറിയ അപമാനമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് ആശാവകമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട്. കൂട്ടു ബിസിനസ്സിലൊക്കെ വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ദീർഘവീക്ഷണത കൊണ്ട് നിങ്ങൾക്ക് വിജയങ്ങളൊക്കെ നൽകുന്ന ഒരു സമയമാണ്. മനസ്സിൽ ശാന്തി നിഴലിക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഉദ്ദേശിച്ച വിഷയത്തിലൊക്കെ ഉപരിപഠനത്തിന് ചേരുവാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ശാസ്താവിനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അവിട്ടം നക്ഷത്രക്കാരുടെ 2026-2027 വർഷത്തെ വിഷുഫലം എടുക്കുകയാണെങ്കിൽ 80% ഇവർക്ക് ഉയർച്ചയാണ് കാണുന്നത്. ആദ്യത്തെ ചില മാസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് തൊഴിൽപരമായി, ബിസിനസ് പരമായിട്ടും മറ്റുമെല്ലാം നിങ്ങൾക്ക് ഉയർച്ചയാണ് കാണുന്നത്. അപ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ഇതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. എങ്കിലും ഒരു പൊതുവായ ഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.